ലണ്ടൻ മാലു ഹൗസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു നല്ല അടിപൊളി ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണെന്ന്. കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം അവിടെ ചെന്ന് ഇരിക്കണം, അത് കാണണം എന്നൊക്കെ തോന്നും. ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ഈ സ്ഥലം. അപ്പം നിങ്ങളെയും കൂടെ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പെട്ടെന്ന് പോയി ആ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. ഓക്കെ, അതെ, അപ്പം നമുക്ക് പോകാം. പറഞ്ഞ പോലെ നല്ല മനോഹരമായ ഒരു സ്ഥലത്താണ് നിങ്ങളെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Sutton-in-Ashfield ആണ്. ഇത് Nottinghamshire കൗണ്ടിയിൽ വരുന്നതാണ്. അതായത് Sutton-in-Ashfield ആണ്. സട്ടൺ പാർക്ക്വേയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. അതായത് Kingsmill Reservoir എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. വളരെ മനോഹരമായ ഈ സ്ഥലം ഇത് കാണിക്കാനാണ് പോകുന്നത്. ഇത് നമ്മളിന്ന് ചുറ്റി കറങ്ങി നിങ്ങളെ ഇത് ഫുള്ള് കാണിച്ചു തരുമെന്ന്. ഇപ്പോൾ ഇത് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിന് പുറകിൽ പറയുന്നതായിരിക്കും. റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതായത് A617 റോഡ് ക്രോസ് ചെയ്യുന്ന മെയിൻ റോഡിലായിട്ടാണ് ഇതുള്ളത്, നമ്മുടെ റിസർവോയർ ഉള്ളത്. അപ്പം പെട്ടെന്ന് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്കിപ്പോൾ ഈവനിങ് അതായത് സൈക്ലിങ്ങിനായാലും ജസ്റ്റ് വാക്കിങ്ങിനായാലും റിലാക്സ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെല്ലാവരുമായിട്ടും വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് ശരിക്കും ഈ സ്ഥലത്ത് വന്നാൽ നമുക്ക് കിട്ടും. കാരണം അത്രയ്ക്ക് നല്ലൊരു പ്ലേസാണ്. ഭയങ്കര എന്താ പറയുക, ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല, അപ്പോൾ ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് വരാം. എല്ലാവർക്കും പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. കാരണം മെയിൻ റോഡിലാണ്, പാർക്കിംഗ് ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. കാരണം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് ആയിരിക്കും. എല്ലാവരും കണ്ടോളൂ. നടന്നു വരാൻ ഇച്ചിരി സമയം എടുക്കും. അതിനുള്ള എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത് ഏകദേശം ഒരു 72 ഏക്കേഴ്സ് ഉണ്ട്. 72 ഏക്കേഴ്സ് ആണ് ഈ കാണുന്ന തടാകം ഇന്നത്തെ നിലയിൽ ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇന്ന് നല്ല സൺസെറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും വന്ന് നിൽക്കുകയാണ്. എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷ. പക്ഷെ നമുക്കിതൊരു ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അവരെന്തോ പ്രതീക്ഷിച്ചാണ് നിൽക്കുക. ആ ബിൽഡിങ്ങിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. അത് നമുക്ക് നടന്ന് അവിടെ നിന്ന് എത്തിക്കഴിയുമ്പോൾ അത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പൊ അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഇപ്പൊ സസ്പെൻസാ. അതെ, നമുക്കെന്നാ നമുക്ക് ഈ നമ്മുടെ അരണ്യങ്ങളോടെല്ലാം യാത്ര പറഞ്ഞ് നമുക്ക് ടാറ്റ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സീറ്റിലേക്ക് നമുക്ക് പോകാം. കുറെ നടക്കാനുണ്ട്. See you next time. അതായത് ഇവിടുത്തെ മലയാളികളുടെ കൂടുതൽ പേരും ഫ്രീ ടൈം കിട്ടുമ്പോൾ മക്കളൊക്കെ കൊണ്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ നടക്കാനൊക്കെ ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. എല്ലാവരും നമ്മുടെ മലയാളികൾ ഇംഗ്ലീഷുകാരും വരും. ഇംഗ്ലീഷുകാരൊക്കെ കോവിഡിൻ്റെ സമയത്തൊക്കെ ജിമ്മൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയായിരുന്നു ഓടുന്നതും എക്സസൈസ് ചെയ്യുന്നതും, ഇങ്ങനെ എന്താ പറയുക, റണ്ണിങ്ങിനൊക്കെ വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ആൾക്കാരൊക്കെ വെറുതെ ഇങ്ങനെ നടക്കാനും പിള്ളേരെ കൊണ്ടൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ഇതിപ്പം ഏകദേശം ഒരു 490 ഫീറ്റാണ് ഇതിൻ്റെ ഒരു ആഴം. അതായത് ഒരു
മീറ്ററാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക താഴ്ച എന്ന് പറയുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ചെറിയൊരു പോണ്ടായിരുന്നു, ഒരു ചെറിയൊരു കുളത്തിൽ നിന്നാണ് ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന രീതിയിലേക്ക് ഇത് ഇത്ര വിശാലമായിട്ട് ഇതിനെ മാറ്റിയെടുത്തത്. നല്ല രസമില്ലേ? ഇത് കാണുമ്പോ നാട്ടിലെ ഏതോ ഒരു കാ എനിക്ക് ഓർമ്മ വരുന്നത്. ഏതാണ്? നിങ്ങൾക്ക് അറിയാത്തൊരു കമന്റ് ചെയ്യണേ. ഏതാണ് കമന്റ് ചെയ്യോ? തെറ്റിങ്ങനെയാണല്ലോ. ചെറിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ എന്താ സംഭവം എന്ന് അറിയത്തില്ല. എനിവേ തൊടണ്ട, തൊട്ടിട്ടാണ് തൊടണ്ടെന്ന് പറഞ്ഞത്. തൊട്ട് കഴിഞ്ഞിട്ട് പറയാ തൊടണ്ടെന്ന്. ഇതായപ്പോ നമുക്കത് പറിച്ച് തിന്നാലോ എന്ന് ചിലപ്പോ ആലോചിച്ചു നോക്കാം. അറിയാതെ എങ്ങാണ് എൻ്റെ കൈ വായിലോട്ട് പോയ. ഇവിടെ നമുക്ക് നിൽക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. ഇത് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. നമുക്ക് നിന്ന് പൊളിയോ ഇല്ലില്ല, നിന്ന് ഒക്കെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ എടുക്കേണ്ടവർക്കൊക്കെ നിന്ന് എടുക്കാൻ വേണ്ടി. ഈ ഇതിന്റെ വെള്ളം ഉണ്ടല്ലോ, ഒരു ഗ്രീൻ കളറാണ് ഫുൾ. അത് ക്ലിയർ വാട്ടർ അല്ല ഇത്. ഇവരിത് എനിക്കൊന്നും ഇതിങ്ങനെ ഇവരിത് റിസർവോയർ ആക്കിയെടുത്തതിൻ്റെ ആണോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ശരിക്കും ഒരു ഗ്രീൻ കളറാണ്, ശരിക്കും ഒരു ഗ്രീൻ. ആൽഗയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആൽഗയാണോ? എന്താണേലും കൊള്ളാം. എനിക്കൊന്ന് ഇതൊക്കെയാന്ന് തോന്നുന്നു അതിൻ്റെയൊക്കെ ആഹാരം. ആൽഗയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഗ്രീൻ കളറാണ്, ഗ്രീൻ ശരിക്കും പച്ചവെള്ളം. പക്ഷെ ഇത് നല്ല ഒരു എന്താ പറയുക, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രകൃതിയുമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ നല്ലൊരു സ്ഥലമാണ് അല്ലേ? അതെ, അതുപോലുള്ള സ്ഥലം എല്ലാ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വന്ന വഴിയെ തിരിച്ചു പോകണ്ടേ, ഇത് കറങ്ങിയാണ് വരുന്നത്. അതുകൊണ്ട് അതെ, ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് ഒരു ഓവൽ ഷേപ്പിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതേ പൊസിഷൻ തന്നെ നമ്മൾ ചെല്ലും. അതൊരു ഓവൽ ഷേപ്പിലാണ്. ഇത് പലരും നടന്നു വന്നതാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ഈവനിങ് വാക്കിന് നടക്കാൻ വേണ്ടി ബെഞ്ചുണ്ട്, ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട്. നടന്ന് ക്ഷീണിച്ചെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. സ്നാക്സ് എടുക്കുന്നവർക്ക് സ്നാക്സ് എടുക്കാം. അതായത് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നടക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് അത്രയും ദൂരം ഒറ്റ ഇതിൽ നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കണം, റെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും സ്നാക്സ് കഴിക്കണം. അതിനൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് സ്കൂളിൽ നിന്ന് പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് പാരൻസ് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുക, ഇവിടെ വന്ന് ഇരിക്കാം, അതിലൊക്കെയുള്ള സ്ഥലമൊക്കെയാണ്. സ്പെൻഡ് ചെയ്യുക, അതായത് സൈക്കിളിങ്ങിനും വാക്കിങ്ങിനും പിന്നെ അവരുടെ നായക്കുട്ടിയായിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ എല്ലാം ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും ഈ വഴി കൂടെ പോകുമ്പോഴത്തേക്കാണ്.
വാട്ടർ ഫൗൾ എന്ന് പറയുന്ന, അതായത് ഒരു 180 സ്പീഷീസിൽ വരുന്ന ഈ ഇനത്തിനെയാണ് നമ്മളിപ്പോൾ 3 ഫാമിലിയിൽ പെടുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം ഇവർ ഏകദേശം 3 ഫാമിലിയിലാണ് ഇത്രയധികം ആൾക്കാരുള്ളത്. ഇപ്പോൾ 180 ലിവിങ് സ്പീഷീസാണ് ഇതിപ്പോൾ ആകെ ഉള്ളത്. അപ്പം ഇതിനകത്താണ് ഈ ഡക്കും നമ്മുടെ താറാവും മരയന്നം അങ്ങനെ എല്ലാ സ്പീഷീസും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറേ പലതരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും, പല കളറിൽ സൂക്ഷിച്ച് നോക്കി പല ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവരെയൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഹിസ്റ്ററി, ഈ കിങ്സ്മിൽ റിസർവോറിൻ്റെ അതായത് ഹിസ്റ്ററി ഫുള്ള് എഴുതിയിരിക്കുകയാണ് ഇവിടെ. അപ്പം എന്താ പറയുക, എങ്ങനെയാണ് ഇത് പണ്ടത്തെ ഞാൻ പറഞ്ഞില്ല ഒരു പോണ്ടായിരുന്നു, അപ്പോൾ പിന്നീട് അതൊരു ഡാമിലേക്ക് എങ്ങനെ മാറി, അതെങ്ങനെയാണ്, ആരാണ് ചെയ്തത്, അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞത് ഈ റിസർവോയർ ഫസ്റ്റ് മെഡീവിയൽ മില്ലായിരുന്നു, ഇതൊരു മിൽ പോണ്ടായിരുന്നു 1837. അതിൽ വില്യം ബെൻഡിക് എന്ന് പറഞ്ഞ 4th ഡ്യൂക്ക് ഓഫ് പോർട്ട്ലാൻഡ് ഈ മില്ലിനേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് അദ്ദേഹമാണ്, അതായത് ഈ 72 ഏക്കേഴ്സിൽ ഈ ലാർജ് പോർഷൻ ആക്കിയിട്ട് ഇതിനെ മാറ്റിയെടുത്തത്. അതായത് ഈ പോണ്ടിനെ ഇന്നത്തെ രീതിയിൽ കാണുന്ന അതായത് ഒരു ഡാമാക്കി മാറ്റിയെടുത്തത് 72 ഏക്കേഴ്സ്. അതായത് ഇതിനകത്താണെങ്കിൽ ഈ ഏരിയ, ഈ ഡാമിനെ 72 ഏക്കേഴ്സിൽ ഫാം ലാൻഡിനെ എല്ലാം ഫ്ലഡഡ് നടത്തിയതിന് ശേഷം, അതായത് വെള്ളം കൊണ്ടുവന്ന് നിറച്ചിട്ട് അങ്ങനെയുള്ളൊരു പരിപാടിയായിരുന്നു ഇതിനകത്ത് ചെയ്തത്. അപ്പം ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം എടുത്തു ഇതിൻ്റെ ഒരു പണി പൂർത്തിയാക്കാൻ വേണ്ടി. അതേപോലെ തന്നെ വളരെ ഒരുപാട് മീൻസ് നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോളിനെയൊക്കെ ഇവിടെ ആക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫയർ ആൻഡ് ഫ്ലഡിങ്. അപ്പം ഇതൊരു മെയിൻ വാട്ടർ സോഴ്സ് ആയിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിരുന്നത് അന്നത്തെ കാലത്ത്. പിന്നെ ഡെവലപ്മെൻറ്റ്സ് വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ മാറി വേറെ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തത്. അപ്പം അതിൻ്റെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ ഐസ്ക്രീം വണ്ടി പോലെ ഒരു ഐസ്ക്രീം വണ്ടി ഇവിടെ കയറി പറ്റിക്കാൻ കണ്ടപ്പോൾ ഒരു മോഹം ഞങ്ങൾക്ക് മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അവിടെ അറ്റത്ത് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് അല്ലേ. നമ്മുടെ മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബിൽഡിങ് വേറൊന്നുമല്ല, കിങ്സ്മിൽ ഹോസ്പിറ്റലാണ്. NHS ട്രസ്റ്റിൻ്റെ ഹോസ്പിറ്റലാണിത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ മലയാളി നഴ്സുമാരും ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇത് നൈറ്റ് കാണാൻ കുറച്ചും കൂടെ അടിപൊളിയാണ്, കാരണം ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര കളർഫുള്ളായിട്ട് നല്ല രസമാണ് നൈറ്റ് കുറച്ചുകൂടെ കാണാൻ. അപ്പം ഇതാണ് ഹോസ്പിറ്റൽ. അങ്ങ് കുറച്ചും കൂടെ ഉണ്ട്, അതായത് ലെഫ്റ്റിലോട്ട് കുറച്ചും കൂടെ ഇത് കാണാനുണ്ട്. ഇത് നമ്മൾ വന്ന വഴിയിൽ കാണാൻ പറ്റുന്ന വ്യൂ ആണിത്. ഈ ഹോസ്പിറ്റലിന് ഔട്ട്സ്റ്റാൻഡിങ് റേറ്റിംഗ് ഉള്ളതാണ്, നല്ല റേറ്റിംഗ് ഉള്ളൊരു ഹോസ്പിറ്റലാണ്. അതായത് നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ ഈ മീൻസ് നോട്ടിംഗ്ഹാം കൗണ്ടിയിൽ വരുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോസ്പിറ്റലാണ് കിങ്സ്മിൽ ഹോസ്പിറ്റൽ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ റിസർവോയർ, അതിൻ്റെ പേരാണ് കിങ്സ്മിൽ റിസർവോയർ. അപ്പം ആരെങ്കിലും വരാനോ കാണാനോ താല്പര്യമുള്ളവർക്ക് കിങ്സ്മിൽ ഹോസ്പിറ്റലിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ സ്ഥലം. അപ്പോൾ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ നമുക്ക്
തിരിച്ച് നമ്മുടെ കാഴ്ചകളിലേക്ക് നമുക്ക് വീണ്ടും പോകാം. ഈ കാണുന്നത് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ഒക്കെ ക്ലബ്ബ് പോലൊരു സംഭവം. അപ്പം നേരത്തെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ബോട്ടെല്ലാം അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കോ. കാരണം ഇപ്പോൾ ആ ബോട്ടിംഗ് ഒന്നും ഇല്ല ഇവിടെ. നേരത്തെ അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് സട്ടൺ-ആഷ്ഫീൽഡ് സെയിലിംഗ് ക്ലബ്ബാണ് ഈ കാണുന്നത്. അപ്പം നേരത്തെ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സെയിലിംഗ് സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം തുടരുമെന്ന് ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ദിവസം അങ്ങനെ ബോട്ടിങ് അനുവദിച്ചാൽ നമുക്ക് ബോട്ടിങ്ങിലൂടെ അത് പോയി കാണാം. ഒരു വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പം ഞങ്ങളുടെ ഈവനിങ് വാക്ക് അതിസുന്ദരമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.